ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. ഒരു കമ്പ്യൂട്ടറിനെയോ കമ്പ്യൂട്ടർ ശൃംഖലയെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാക്കിംഗ്. ഉപഭോക്താവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ കമ്പ്യൂട്ടറിലേക്കോ മൊബൈൽ ഫോണിലേക്കോ നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത്തരം പ്രവർത്തനം നടത്തുന്നവരാണ് ഹാക്കർമാർ. ഉപഭോക്താവിൻ്റെ പാസ്വേഡുകൾ, വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയവ മാൽവെയറുകളും സ്പൈവെയറുകളും ഉപയോഗിച്ച് മോഷ്ടിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രണ്ട് തരത്തിലുള്ള ഹാക്കർമാരാണ് ഉള്ളത്: ബ്ലാക്ക് ഹാറ്റ് ഹാക്കർമാരും വൈറ്റ് ഹാറ്റ് ഹാക്കർമാരും. ബ്ലാക്ക് ഹാറ്റ് ഹാക്കർമാർ എന്താണെന്ന് നോക്കാം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഹാക്കിംഗ് നടത്തുന്ന വ്യക്തികളാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർമാർ. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലെയും സോഫ്റ്റ്വെയറുകളിലെയും പിഴവുകൾ ചൂഷണം ചെയ്ത് നിർണായക വിവരങ്ങൾ കൈവശപ്പെടുത്തുന്ന ഇത്തരം വ്യക്തികൾ അവ പണത്തിനു വേണ്ടിയോ ചാരപ്രവർത്തികൾക്കു വേണ്ടിയോ ഉപയോഗിക്കുന്നു. ഇനി വൈറ്റ് ഹാറ്റ് ഹാക്കർമാർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെയോ നിലവാരം വിലയിരുത്തുന്നതിനും പരിശോധിക്കുന്നതിനുമായി ഹാക്കിംഗ് നടത്തുന്നവരാണ് വൈറ്റ് ഹാക്കർമാർ. എത്തിക്കൽ ഹാക്കർമാർ എന്നും ഇവരറിയപ്പെടുന്നു. അടുത്തത് സ്പൂഫിംഗ് ആണ്. ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറച്ചുവെച്ച് മറ്റൊരാളുടെ ഐഡൻറ്റിറ്റിയോ ഡേറ്റയോ വ്യാജമായി ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ് സ്പൂഫിംഗ്. സിസ്റ്റങ്ങളിലേക്കുള്ള ആക്സസ് കൈക്കലാക്കുക, ഡേറ്റ മോഷണം, പണം തട്ടിയെടുക്കുക, മാൽവെയറുകൾ കയറ്റിവിടുക എന്നിവയാണ് സ്പൂഫിംഗ് നടത്തുന്നവരുടെ ഉദ്ദേശങ്ങൾ. ആദ്യത്തെ സ്പൂഫിംഗ് ഇമെയിൽ സ്പൂഫിംഗ് ആണ്. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇമെയിൽ ID തയ്യാറാക്കി വ്യാജ സന്ദേശങ്ങൾ അയയ്ക്കുകയോ അതുവഴി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ സ്പൂഫിംഗ്. അടുത്തത് GPS സ്പൂഫിംഗ് ആണ്. ഒരു ഉപകരണത്തിൻ്റെ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം യഥാർത്ഥത്തിലുള്ള സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായി മറ്റൊരു സ്ഥലത്താണെന്ന് കാണിക്കുന്ന പ്രവൃത്തിയാണ് GPS സ്പൂഫിംഗ്. നെക്സ്റ്റ് IP സ്പൂഫിംഗ്. വ്യക്തിയുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് IP വിലാസം വ്യാജമായി നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് IP സ്പൂഫിംഗ്. അടുത്തത് കോളർ ID സ്പൂഫിംഗ് ആണ്. ഫോൺ വഴിയുള്ള ഫിഷിംഗ് ആക്രമണത്തെയാണ് കോളർ ID സ്പൂഫിംഗ് എന്ന് പറയുന്നത്. കബളിപ്പിച്ച് പണം നേടുക, വിവരമോഷണം നടത്തുക തുടങ്ങിയവയാണ് തട്ടിപ്പുകാരുടെ പ്രധാന ലക്ഷ്യം. പ്രധാനപ്പെട്ട മറ്റൊരു സൈബർ കുറ്റകൃത്യമാണ് സൈബർ പോണോഗ്രഫി. ഇൻ്റർനെറ്റിലൂടെയുള്ള ലൈംഗിക ചൂഷണമാണ് സൈബർ പോണോഗ്രഫി. വ്യക്തികളുടെ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കൈവശപ്പെടുത്തി മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന പ്രവൃത്തിയാണ് സൈബർ പോണോഗ്രഫിക്ക് ഉദാഹരണം. അടുത്തത് സോഫ്റ്റ്വെയർ മോഷണമാണ്. പകർപ്പവകാശ നിയമങ്ങൾക്കും നിയമപരമായ ഉടമ്പടികൾക്കും വിരുദ്ധമായി സോഫ്റ്റ്വെയർ പകർത്തുന്നതും വിതരണം ചെയ്യുന്നതുമായ പ്രവൃത്തിയാണ് സോഫ്റ്റ്വെയർ മോഷണം. നെക്സ്റ്റ് പാസ്വേഡ് സ്നിഫിംഗ്. വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഉപഭോക്താക്കൾ നൽകുന്ന യൂസർ ID, പാസ്വേഡ്, ഫോൺ നമ്പർ, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് സ്നിഫർ. സ്നിഫിങ്ങിലൂടെ വിവരങ്ങൾ കൈക്കലാക്കുന്ന പ്രവർത്തനമാണ് പാസ്വേഡ് സ്നിഫിംഗ്. സൈബർ ഭീകരവാദം. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ഭരണകൂടത്തെയോ സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ ഭീഷണിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് സൈബർ ഭീകരവാദം. സർക്കാരിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുക, ഭരണകൂടത്തിനെതിരെയോ പ്രധാന വ്യക്തികൾക്കെതിരെയോ ഭീഷണി സന്ദേശങ്ങൾ അയയ്ക്കുക, ഇവയെല്ലാം സൈബർ ഭീകരവാദത്തിൻ്റെ പരിധിയിൽ വരും. അടുത്തത് വെബ്സൈറ്റ് ഹൈജാക്കിംഗ് ആണ്. ഒരു വെബ്സൈറ്റിലുള്ള മുഴുവൻ ഡേറ്റയും അപഹരിക്കുന്ന പ്രവൃത്തിയാണ് വെബ്സൈറ്റ് ഹൈജാക്കിംഗ്. അടുത്തത് സൈബർ സ്റ്റോക്കിംഗ് ആണ്. ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയെ ശല്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് സൈബർ സ്റ്റോക്കിംഗ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഭീഷണിപ്പെടുത്തുക എന്നിവയെല്ലാം ഈ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരും. ഇമെയിൽ വഴിയോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ പരിചയമില്ലാത്ത വ്യക്തികളെയോ അപരിചിതരെയോ നിരന്തരം ശല്യം ചെയ്യുന്നതും സ്റ്റോക്കിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഫിഷിംഗ് ആണ്. ഉപഭോക്താവിൻ്റെ യൂസർ ID, പാസ്വേഡ്, ബാങ്കിംഗ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അറിയുന്നതിനായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഫിഷിംഗ്. ഇലക്ട്രോണിക് വിനിമയ സംവിധാനത്തിൽ ബാങ്കിൻ്റെയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയോ പേരിൽ വ്യാജ സന്ദേശങ്ങൾ, ഫോൺ കോളുകൾ നടത്തി പണം കൈക്കലാക്കുന്ന പ്രവൃത്തികൾ ഫിഷിങ്ങിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് കീ ലോഗർ.
കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെയോ സ്മാർട്ട് ഫോണുകളിലെയോ കീ സ്ട്രോക്കുകൾ, സ്ക്രീൻഷോട്ടുകൾ, ചാറ്റുകൾ എന്നിവ നിരീക്ഷിക്കുവാനും റെക്കോർഡ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് കീ ലോഗർ അഥവാ സിസ്റ്റം മോണിറ്റർ. സൈബർ കുറ്റവാളികൾ ഒരു സ്പൈവെയർ ആയി ഈ ലോഗോകളെ ഉപയോഗിക്കാറുണ്ട്.